അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മനുഷ്യർക്കൊപ്പമെന്ന കാലിക പ്രസക്തമായ പ്രമേയവുമായി കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് ജനുവരി 1-ാം തീയതി ആരംഭിച്ച കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. യാത്രയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പല രാഷ്ട്രീയ നേതാക്കന്മാരും സംസാരിച്ചു. പലരെയും ഒപ്പമിരുത്തി. പല മതമേലധ്യക്ഷന്മാരും പങ്കെടുത്തു. പല വിഷയങ്ങളിലും സമൂഹത്തോട് സംവദിച്ചു. പല ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ട് സംസാരിച്ചു. അങ്ങനെ ഐതിഹാസികമായ കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ആളുകൾ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ്. ഇതിനിടയിൽ ചെറിയ ഒരു ദുഃഖം തോന്നുന്നത് ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയാണ്. കേരള യാത്ര കോട്ടയത്തെത്തിയപ്പോൾ പല നേതാക്കന്മാരുമുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള പല വിഭാഗം ജനങ്ങളുമുണ്ടായിരുന്നു. വലിയ ഒരു സമ്മേളനമാണ് കോട്ടയത്ത് നടന്നത്. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെ കോട്ടയത്തെ ഒരു നേതാവായ അബൂ ഷമ്മാസ് മുഹമ്മദ് അലി മൗലവി എന്ന ഒരു ഉസ്താദിന് കുറച്ച് സമയം സംസാരിക്കാൻ അവസരം കൊടുത്തിരുന്നു. കിട്ടിയ അവസരം അദ്ദേഹം മനോഹരമായി ഉപയോഗപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദുമായുള്ള ബന്ധം പറയുകയും ഖലീൽ തങ്ങളുമായിട്ടുള്ള പരിചയം പറയുകയും പേരോടുസ്താദിനെ കണ്ട ഓർമ്മ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ 86-ലാണ് എ.പി. ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. എ.പി. ഉസ്താദ് മർക്കസിലേക്ക് ഹാഫിൽ ഉസ്താദായി എന്നെ ക്ഷണിച്ചു. എനിക്കൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു. അങ്ങനെ 3 വർഷം മർക്കസിൽ ഞാൻ ഹിഫ്ളിൻ്റെ ഉസ്താദായി ക്ലാസ് എടുത്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഫൈനൽ വിദ്യാർത്ഥിയാണ്. അത് കഴിഞ്ഞ് ഉസ്താദിനെ ഇന്നാണ് കാണുന്നത്. നീണ്ട 10-30 വർഷങ്ങൾ കടന്നുപോയി. കാഞ്ഞങ്ങാട് ഒരു വാളിന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖലീൽ തങ്ങളാണ് ദുആ ചെയ്യേണ്ടത്. തങ്ങൾ ഇടയ്ക്ക് വന്നു. ഞാൻ പ്രസംഗം നിർത്തി. തങ്ങൾ ദുആ ചെയ്തു. പോകുമ്പോൾ എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു, മഅദിനിൽ വരണം. ഞാൻ മഅദിനിൽ ചെന്നു. എന്നെ സ്വീകരണമാണ് കാത്തിരുന്നത്. ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം, ഞങ്ങൾ വിജ്ഞാനദാഹികളാണ്, ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ ഒരു ചെറിയ നോളജ് സിറ്റിയെങ്കിലും ഉസ്താദ് ഇടപെട്ട് ഉണ്ടാക്കിത്തരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി കേട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോഴിതാ ഇന്നലെ അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന്. അവരുടെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ തന്നെയാണ് വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോട്ടയം ജില്ല വൈസ് പ്രസിഡന്റ് പദവിയിലുള്ള താങ്കളുടെ ഭാഗത്തു നിന്നും നിരന്തരം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളെ അന്വേഷണ വിധേയമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലും പോഷക ഘടകങ്ങളിലും വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു. ഇത് പുറത്തു വന്നതോടുകൂടി പല ആളുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ചിലരൊക്കെയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന സമസ്തയെ അല്ലെങ്കിൽ ആ സമസ്തയുടെ നേതാക്കളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, നമ്മളായിട്ട് ഒരു വിഷയത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്നത് കേരള യാത്രയിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്ന കൃത്യമായൊരു സ്ഥിരീകരണമൊന്നും എവിടെ നിന്നും വന്നിട്ടില്ല. എന്നു മാത്രമല്ല, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ഉണ്ടാകുന്നു എന്നാണ്.
അപ്പോൾ കേരള യാത്രയിൽ പങ്കെടുത്തതു മാത്രമാകാൻ സാധ്യതയില്ല. മറിച്ച് അവരുടെ എന്തോ സംഘടനാപരമായ സംഘടനയ്ക്കുള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. അതിൽ നമ്മൾ ഇടപെടേണ്ട ഒരാവശ്യവുമില്ലല്ലോ. കേരള യാത്രയിൽ പങ്കെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നതുകൊണ്ട് സ്വാഭാവികമായും ഇതായിരിക്കും കാരണമെന്ന് സംശയിച്ചേക്കാം. പക്ഷേ നമ്മൾ സംശയത്തിൻ്റെ പിന്നാലെ പോവുകയോ ഇനി അതിൻ്റെ പേരിൽ തന്നെയാണ് പുറത്താക്കിയതെങ്കിലും അത് നമ്മളിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വെക്കുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം നമ്മുടെ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ഭാഗത്ത് നിന്നും അവരുടെ ഭാഗത്തുള്ള പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ സുന്നികൾ ഐക്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഐക്യപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മളുടെ ഇടപെടൽ ഒരു തരത്തിലും വിള്ളലുണ്ടാക്കാനോ ഐക്യത്തെ സാധ്യമാക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വഷളാക്കുന്ന ഇടപെടൽ നടത്താനോ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നമുക്കെന്തെങ്കിലുമൊക്കെ എഴുതി വിടാം, ആരെങ്കിലുമൊക്കെ അത് ഏറ്റുപിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊമ്പ് കോർക്കും, ചീത്ത വിളിക്കും. ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് ദൗർഭാഗ്യകരമായ രീതിയിൽ നമുക്കിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോഴും പല സുന്നികളുടെയും ഹൃദയം വേദനിച്ചിട്ടുണ്ട്. പരസ്പരം ഒരേ ആശയത്തിലുള്ളവർ കേവലം സംഘടനയുടെ പേരിൽ തമ്മിലടിക്കുന്നത് കാണുമ്പോൾ വേദനിച്ചിട്ടുള്ള ഒട്ടനേകം മനുഷ്യരുണ്ട്, പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇപ്പോൾ വലിയ ആവേശത്തിലും പ്രാർത്ഥനയിലുമാണ്. സുന്നികൾ എങ്ങനെയെങ്കിലും ഒന്നിക്കണേ, ഒരുമിച്ചിരിക്കണേ, സയ്യിദുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഒരുമിച്ചൊരു വേദിയിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്ന കാഴ്ച കാണണമെന്നാഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ഒരുപാടുണ്ട് നമുക്കിടയിൽ. ആ സമയത്ത് നമ്മളായിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്തത് എഴുതുന്നത്? അദ്ദേഹത്തെ പുറത്താക്കിയതിൻ്റെ ന്യായവും കാരണവും പുറത്താക്കാനുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അതൊക്കെ അവരുടെ സംഘടനയ്ക്കുള്ളിൽ നടക്കട്ടെ. അത് അവരുടെ അവകാശമാണ്. അത് നമ്മൾ അവർക്ക് വകവെച്ച് കൊടുക്കണം. അതിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞ് ഈ ഒരു ഐക്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അനൈക്യമുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തരുത്. അത് നമ്മുടെ ഉസ്താദുമാർ പൊരുത്തപ്പെടുന്നതല്ല, നമ്മുടെ നേതൃത്വം പൊരുത്തപ്പെടുന്നതല്ല. നമ്മുടെ നേതൃത്വം ആ ഐക്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷകനും പണ്ഡിതനുമെന്ന നിലയിൽ അബൂ ഷമ്മാസ് മൗലവിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത്. അദ്ദേഹം ആ വേദിയിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. ഇനി അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലിടപെടേണ്ട ആവശ്യമില്ല. നമ്മുടെ നേതൃത്വം നമ്മൾ ഈ പറയുന്നതിനെ ഒന്നും അംഗീകരിക്കുകയുമില്ല, തൃപ്തിപ്പെടുകയുമില്ല എന്ന് മനസ്സിലാക്കി ഒരല്പം അടങ്ങണം എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സുന്നികളുടെ ഐക്യം സാധ്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.